ഹലോ, ലൈഫ് കോച്ച് ആണ് നിങ്ങളുടെ കൂടെ. എൻ്റെ ലൈഫ് ബെറ്റർ ആക്കാൻ ഹെൽപ്പ് ചെയ്ത ഒരു 15 ടൈനി ഹാബിറ്റ്സ് ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതൊക്കെ അത്ര വലിയൊരു കാര്യമാണെന്ന്. പക്ഷെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഹാബിറ്റ്സ് ആണ് ഇത്. പ്രാക്ടീസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് നിങ്ങൾ എന്നോട് പറയണം. ആദ്യത്തെ ഒരു 7-8 ഹാബിറ്റ്സ് മൊബൈൽ റിലേറ്റഡ് ആണ്. നമുക്ക് നേരെ ഹാബിറ്റ്സിലേക്ക് പോകാം. ഒന്നാമത്തേത്, എല്ലാ സോഷ്യൽ മീഡിയാസിൻ്റെ നോട്ടിഫിക്കേഷൻസും ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വാട്സപ്പിൻ്റെ മാത്രം ഓൺ ചെയ്ത് വെച്ചു. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ വാട്സപ്പ് തന്നെ ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ടാവും അല്ലേ? അതിനകത്ത് നമുക്ക് ആവശ്യമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള പല ഗ്രൂപ്പുകളും, അതെല്ലാം മ്യൂട്ട് ചെയ്ത് വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇപ്പോൾ ഓഫീസ് റിലേറ്റഡ് ഏതെങ്കിലും ഗ്രൂപ്പ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാത്രം ഓൺ ചെയ്ത് വെക്കുക. അതാണ് രണ്ടാമത്തെ ടിപ്പ്. ഇനി മൂന്നാമത്തത്, മെൻ്റൽ ക്ലാരിറ്റി ഇല്ലാതെ ആകെ തല പുകഞ്ഞിരിക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ ഫോൺ നേരെ ഫ്ലൈറ്റ് മോഡിലിടുക. എന്നിട്ട് ജേണൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതായത് നമ്മളുടെ മൈൻഡിൽ എന്താണുള്ളത് അത് ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ട് എഴുതാൻ സഹായിക്കുന്ന സംഭവത്തിനെയാണ് ജേണലിംഗ് എന്ന് പറയുന്നത്. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഡീടോക്സ് ചെയ്യുക. ഡീടോക്സ് ചെയ്തിട്ട് ജേണൽ ചെയ്യുക. അടുത്ത നാലാമത്തെ ടിപ്പ്, റെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഉറങ്ങുക ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫോൺ എന്തായാലും സൈലൻറ്റ് മോഡിലിടുക. എന്നാൽ നമുക്കൊരു പരിപൂർണമായിട്ടുള്ളൊരു റെസ്റ്റ് കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും നമ്മൾ ഫോണിലേക്ക് തന്നെ പോകും. അഞ്ചാമത്തെ ടിപ്പ്, വായിക്കുക പഠിക്കുക എന്തെങ്കിലും ചെയ്യാന്നുണ്ടെങ്കിൽ ഫോണ് മറ്റൊരിടത്തേക്ക് മാറ്റി വെക്കുക. അടുത്ത് വെക്കാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. ആറാമത്തെ ടിപ്പ്, നമ്മുടെ ഫാമിലിയോടൊത്ത് ഫുഡ് കഴിക്കുമ്പോൾ ഒരിക്കലും ടേബിളിലേക്ക് ഒരു മെമ്പേഴ്സിൻ്റെയും ഫോൺ കൊണ്ടുവരാതിരിക്കാൻ ശ്രദ്ധിക്കുക. അടുത്ത ഏഴാമത്തെ ടിപ്പ്, നിങ്ങൾ നടക്കാൻ പോവുകയോ അല്ലെങ്കിൽ എക്സസൈസ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് പോഡ്കാസ്റ്റ് കേട്ടുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ മൊബൈൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയോ മ്യൂസിക് കേട്ടുകൊണ്ടിരിക്കുകയോ അങ്ങനത്തെ ശീലങ്ങളൊന്നും ചെയ്യാതിരിക്കുക. ഞാൻ മുന്നേ എപ്പോഴും സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു നടക്കാൻ പോകുമ്പോൾ പോഡ്കാസ്റ്റ് കേൾക്കുക അല്ലെങ്കിൽ മ്യൂസിക് കേട്ടിട്ട് നടക്കുക. അപ്പോൾ അത് നമുക്ക് നമ്മളെ മെൻ്റലി ഒരു റിലീഫിന് വേണ്ടിയിട്ട് ഒരിക്കലും ഹെൽപ്പ് ചെയ്യില്ല. നമ്മളെ ശ്രദ്ധ അതിലേക്ക് പോകും. അടുത്ത നല്ലൊരു ടിപ്പ്, 8th ടിപ്പ്, മന്ത്ലി എല്ലാ കാര്യങ്ങളും ഞാനുമായി ബന്ധപ്പെട്ടുള്ള ഹാബിറ്റ്സ്, ഞാൻ ചെയ്ത തെറ്റുകൾ, എൻ്റെ ഗോൾസിൻ്റെ റിവ്യൂസ് എല്ലാം സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു പതിവുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഡെയിലി ആയിട്ടുള്ള ഒരു ഹാബിറ്റ് ട്രാക്കറും കൂടി കൂട്ടിച്ചേർത്തു. അപ്പോൾ അത് എനിക്ക് കൂടുതലൊരു ക്ലാരിറ്റി തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തു. എന്താണ് ഹാബിറ്റ് ട്രാക്കർ എങ്ങനെ ചെയ്യാമെന്നോ എന്നതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഐഡിയ വേണമെന്നുണ്ടെങ്കിൽ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്താൽ മതി. ഞാൻ യൂസ് ചെയ്യാറുള്ള ഹാബിറ്റ് ട്രാക്കർ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് സെൻഡ് ചെയ്ത് തരുന്നതാണ്. അടുത്ത 9ാമത്തെ, എൻ്റെ മോനെ പഠിപ്പിക്കുക എന്നുള്ളതാണ് എനിക്ക് ഒരു ദിവസത്തെ കുറച്ചൊരു തലവേദന ഉള്ള കാര്യം. സ്ഥിരമായിട്ട് ഞാൻ അവനെ പഠിപ്പിക്കുമ്പോൾ ഈ ടേബിളിൽ എന്തെങ്കിലും ഒരു സാധനം ഇരിക്കണമെങ്കിൽ അതെടുത്ത് കളിക്കുക എന്നുള്ളത് അവൻ്റെ ഒരു ഹോബിയാണ്. ഞാൻ അതെല്ലാം ക്ലിയർ ചെയ്തു. അവനെപ്പോൾ പഠിപ്പിക്കുക ഇരുന്ന് കഴിഞ്ഞാലും ഞാൻ മൊത്തം ടേബിൾ ക്ലിയർ ചെയ്തിട്ടേ അവിടെ ഇരിക്കുള്ളൂ. അത് പഠിക്കാൻ ഇരിക്കുന്ന എല്ലാ കുട്ടികൾക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ്. മക്കളെ പഠിപ്പിക്കുന്ന മാതാപിതാക്കൾക്കും നല്ലൊരു ടിപ്പാണ്. ഫുൾ ക്ലിയർ ചെയ്ത് പഠിക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ മാത്രം ടേബിളിൽ വെക്കുക. പിന്നെ അതുപോലെ തന്നെ 10ാമത്തെ ടിപ്പ്, ഞാൻ എന്തെങ്കിലും പോഡ്കാസ്റ്റ് കേൾക്ക് അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ബുക്ക് വായിക്കുക ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഞാൻ റെക്കോർഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയൊരു ബുക്കിൽ. അതും വളരെ യൂസ്ഫുള്ളായി പിന്നീട് എനിക്ക് ഉപയോഗിക്കാൻ പറ്റാറുണ്ട്. അതുപോലെ തന്നെ 11ാമത്തെ ടിപ്പ്, വീക്കിലെങ്കിലും വീട് ഡീക്ലട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. അത് വലിയതായിട്ട് വൃത്തിയാക്കുക എന്നുള്ളതല്ല, എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു പോർഷൻ, ഒറ്റ ഷെൽഫ് അല്ലെങ്കിൽ ഒരൊറ്റ ഏരിയ ക്ലിയർ ചെയ്യുക. ഇനി അതിനും സമയം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇമെയിൽ വന്ന് കിടക്കുന്ന ജങ്ക്സ് എല്ലാം ക്ലിയർ ചെയ്യുക, അല്ലെങ്കിൽ ഫോണിലുള്ള അനാവശ്യമായിട്ടുള്ള പിക്ചേഴ്സ് ഇമേജസ് ഒക്കെ ഡിലീറ്റ് ചെയ്യുക. അങ്ങനെ ഒരു ക്ലീനിങ് പരിപാടി എപ്പോഴും വീക്കിലി ചെയ്യുക. ഇനി അടുത്ത 12ാമത്തെ ടിപ്പ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പായിരുന്നു. ഞാൻ എന്തെങ്കിലും ഹാബിറ്റ്സ് എൻ്റെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് സ്റ്റക്കായി നിൽക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരു ഗ്രൂപ്പ് വളരെ ഹെൽപ്ഫുള്ളായി. ഞാൻ തന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. ഹാർമണി ഹബ് എന്നാണ് ആ ഗ്രൂപ്പിൻ്റെ പേര്. ആ ഗ്രൂപ്പിനകത്ത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, അതായത് ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്നും വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക, സെൽഫായിട്ട് ഒരു 10 മിനിറ്റ് സെൽഫ് ടൈം കണ്ടുപിടിക്കുക, എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുക. അത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു പ്രാക്ടീസസ് എല്ലാം ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. അത് കൂടെയുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനും തുടങ്ങി. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് അക്കൗണ്ടബിൾ ആവാൻ തുടങ്ങി.
സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നില്ല, ബുദ്ധിമുട്ടായി തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് അതിനോടൊത്തുള്ള ആളുകളെ അക്കൗണ്ടബിലിറ്റി പാർട്ട്നേഴ്സായി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത് ചെയ്തു തീർക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ DM ചെയ്താൽ മതി, ഞാൻ അതിനകത്ത് ആഡ് ചെയ്യുന്നതാണ്. അടുത്ത ടിപ്പ്, നമ്മുടെ ഈ ഫോണിൽ ഒരു ഫയൽ ഉണ്ടാക്കി വെക്കുക. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ്, ഇപ്പോൾ ആധാർ കാർഡാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വിദേശത്താണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ID, പാസ്പോർട്ട്, വിസ കോപ്പി, പാൻ കാർഡ്, മാരേജ് സർട്ടിഫിക്കറ്റ് മുതലായത് എല്ലാതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും ഞാൻ ആ ഫയലിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോൾ ആരെന്ത് ചോദിച്ചു കഴിഞ്ഞാലും പെട്ടെന്ന് നമുക്ക് ഫോണിൽ ആ ഫയൽ ഓപ്പൺ ചെയ്ത് അത് പാസ് ചെയ്യാൻ എളുപ്പമായി. ഇനി അടുത്ത 14ാമത്തെ ടിപ്പ്, ഒരുവിധപ്പെട്ട മാതാപിതാക്കളൊക്കെ ഏറ്റവും കൂടുതൽ ടെൻഷൻ അനുഭവിക്കുകയും വിഷമിക്കുകയും ചെയ്യുന്നൊരു കാര്യമായിരിക്കും മക്കളോടുള്ള നമ്മളുടെ മുൻകോപം. എസ്പെഷ്യലി വളരെ ചെറിയ മക്കളുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ വല്ലാണ്ട് ദേഷ്യം പിടിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ തുടങ്ങി, എപ്പോഴും ഒരു ഡീപ്പ് ബ്രീത്ത് എടുക്കും, എന്നിട്ട് ഞാനൊന്ന് പോസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ സ്ക്രീം ചെയ്യുക അല്ലെങ്കിൽ അവരോട് ഈ അലറി വിളിക്കാനുള്ളൊരു ടെൻഡൻസി വളരെയധികം കുറയും. നമുക്കൊരു ബ്രേക്ക് കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ അവരെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം എന്നുണ്ടെങ്കിൽ അവരോട് ഇങ്ങനെ അലറുന്ന ഒരു സ്വഭാവം കുറേ മാറിക്കിട്ടും. അടുത്ത 15ാമത്തെ ടിപ്പ്, അതും മോനുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. ഇതുപോലെ തന്നെ വല്ലാണ്ട് സഹിക്കാൻ പറ്റാതെ ദേഷ്യം വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് അവരനുസരിക്കുന്നില്ല, വീണ്ടും 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 അതേ തെറ്റ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവനോട് അതിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ അവൻ പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ വേണമെന്ന് വിചാരിച്ചിട്ട് ചെയ്യണമല്ല, എൻ്റെ ബ്രെയിൻ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അങ്ങനെ അറിയാതെ ചെയ്തു പോകുന്നതാണെന്ന്. അപ്പോൾ തമാശക്കാണെന്നുണ്ടെങ്കിൽ പോലും ഞങ്ങൾ രണ്ടുപേരുടെ ഒരു കോഡ് ഉണ്ടാക്കി. കോഡ് ബ്രെയിൻ റോട്ട് എന്നായിരുന്നത്. ഞാൻ ആ കോഡ് പറഞ്ഞു കഴിഞ്ഞാൽ അവന് മനസ്സിലാവും എനിക്ക് അത് മാനസികമായിട്ട് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്നുണ്ട്, അത് അവന് നല്ല കാര്യമല്ല എന്ന്. അപ്പോൾ അത് ആ ബ്രെയിൻ റോട്ടിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അവൻ ആ പരിപാടി ചെയ്യുന്നത് നിർത്തും. ഇപ്പോൾ ഒരു 10 തവണ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് 9 തവണ അവൻ നിർത്തിയിട്ടുണ്ട്. അത് വളരെ എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യമാണ്. അത് നമുക്ക് കുട്ടികളോടെന്ന് മാത്രമായിട്ടല്ല, ഇപ്പം ഞാനീ പറഞ്ഞ 2 ടിപ്പോ നമുക്ക് വല്ലാണ്ട് സഹിക്കാൻ വയ്യാത്ത ദേഷ്യം വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഡീപ്പ് ബ്രീത്ത് എടുക്കുക എന്നുള്ളതും ഒരു പോസ് എടുത്തിട്ട് അതിനെ പറ്റിയിട്ട് ചിന്തിക്കുക എന്നുള്ളതും അത് ആരോട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രയോഗിക്കാവുന്ന ഒരു നല്ല ടിപ്പാണ് ലൈഫിൽ. അപ്പോൾ ഇത്തരത്തിലുള്ള ഹാബിറ്റ്സ് എല്ലാതും നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉപകാരപ്പെടുന്ന ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ടിപ്പ് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കണം. അപ്പോൾ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.